പാനൂരിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. പാനൂർ വള്ളിയായി മൊകേരി സ്വദേശി അരുണ്ടകിഴക്കയിൽ AK ശ്രീധരനാണ് മരിച്ചത്. 75-കാരനായ ശ്രീധരനെ കൃഷിയിടത്തിൽ നനച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് പന്നി ആക്രമിച്ചത്. ദേഹമാസകലം കാട്ടുപന്നിയുടെ കുത്തേറ്റ ഇദ്ദേഹത്തെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശ്രീധരൻ തന്റെ പാട്യം ചെണ്ടയാട്ടെ മുതിയങ്ങ വയലിലെ കൃഷിയിടത്തിൽ നനച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഞായറാഴ്ച രാവിലെ 9 മണിയോടെയാണ് സംഭവം. കാട്ടുപന്നി ഓടിയെത്തി ആക്രമിക്കുകയായിരുന്നു. നിലത്ത് വീണുപോയ ശ്രീധരനെ ദേഹമാസകലം കുത്തി പരിക്കേൽപ്പിച്ച നിലയിലാണ്. നിലവിളി കേട്ട് ഓടിയെത്തിയവർ കണ്ടത് ശ്രീധരനെ കാട്ടുപന്നി തുരുതുരാ കുത്തുന്നതാണ്. ദേഹമാസകലം മുറിവേറ്റതിനെ തുടർന്ന് ശ്രീധരനെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്ന് മൃതദേഹം തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലപ്പെട്ട ശ്രീധരന് ഭാര്യയും ഒരു മകനും മകളുമുണ്ട്. മരച്ചീനിയും വാഴയും പച്ചക്കറിയും ഉൾപ്പെടെ കൊല്ലപ്പെട്ട ശ്രീധരനെ പോലുള്ളവർ കൃഷി ചെയ്യുന്ന പ്രദേശമാണ് പാനൂർ. 1.5 കിലോമീറ്റർ അകലെ തോട്ടത്തിൽ കാട്ടുപന്നിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ഉയർന്ന ജനസാന്ദ്രതയുള്ള മേഖലയാണ് പാനൂർ. വ്യവസായ സ്ഥാപനങ്ങളും കൃഷിയിടങ്ങളുമുള്ള സ്ഥലത്താണ് ഇപ്പോൾ വന്യജീവിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ കാട്ടുപന്നി കൃഷി നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നിരന്തരം പരാതി ഉന്നയിക്കുന്നുണ്ട്. 2025-ൽ ഇതുവരെ വന്യജീവി ആക്രമണത്തിൽ 15 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടാനയുടെ ആക്രമണത്തിൽ ആർളം 13-ാം ബ്ലോക്കിൽ ദമ്പതികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു. 2011-12 മുതൽ ഇതുവരെ കേരളത്തിൽ 1531 പേരാണ് വന്യജീവി ആക്രമണത്തിൽ മരിച്ചതെന്നും ഇതിൽ കാട്ടുപന്നി ആക്രമണത്തിൽ 63 പേരാണ് മരിച്ചതെന്നും JG പീറ്റർ ഫൗണ്ടേഷനും വനംവകുപ്പും ചേർന്ന് നടത്തിയ പരിസ്ഥിതി സംവാദം ഇക്കോലോഗ് 2025 കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു. ശ്രീധരൻ ഉൾപ്പെടെ നിലവിൽ ഈ കാലയളവിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് 64 പേരായിരിക്കുകയാണ് ഇപ്പോൾ. 1531 പേരിൽ 1150 പേരും മരിച്ചത് പാമ്പ് കടിയേറ്റാണ്. കാട്ടിൽ മാത്രം നടന്ന പാമ്പ് കടി കൊണ്ട് സംഭവിച്ചതല്ല ഇത്. ആന ആക്രമണത്തിൽ 280 പേരും കടുവയുടെ ആക്രമണത്തിൽ 11 പേരും മരിച്ചെന്നും പ്രൊജക്ട് ടൈഗർ ഫീൽഡ് ഡയറക്ടർ PP പ്രമോദ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.